ഞാൻ ഫസ്റ്റ് ടൈം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയത് മിസ്റ്റി ലാൻഡിലേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പോകേണ്ട വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് മുന്നേ ഞാൻ ഓപ്പൺ ആയ സമയത്ത് പോയിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജുകളായിരുന്നു. അന്നാണെങ്കിൽ ഭയങ്കര റഷ് ആയിരുന്നു. അന്ന് എനിക്കത് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെ നീളം കൂട്ടി അത്യാവശ്യം ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിലൊന്ന് കയറണം വിചാരിച്ച് കയറി. സംഭവം ഉള്ളിലേക്ക് പോകുന്നതനുസരിച്ച് നല്ല പേടിയാണ് കേട്ടോ. ഞാനടക്കം പേടിച്ച്, മക്കളും പേടിച്ച്. ഞാൻ നടക്കുമ്പോൾ താഴോട്ട് നോക്കിയാലേ പ്രശ്നമുള്ളൂ, മുന്നോട്ട് നോക്കുമ്പോൾ സൈഡ് നോക്കുമ്പോൾ പേടിയാവുന്നില്ല കേട്ടോ. സംഭവം ഇതിനൊരു ഷിവറിങ് പോലെ അതും ഫീൽ ചെയ്യുന്നുണ്ട്. സെറ്റിങ്സ് ആണോ ഞങ്ങൾക്ക് തോന്നിയതാണോ എന്താണെന്ന് അറിയില്ല. ഏതായാലും സംഭവം ഇഷ്ടപ്പെട്ട്. കുറച്ച് ലെങ്തിയസ്റ്റ് ആണ് ഇതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം അങ്ങോട്ട് കുറച്ച് ഉള്ളിലോട്ട് പോകണുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ലൈറ്റും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ കയറി. ഇതൊക്കെ ഞങ്ങൾ ഫസ്റ്റായിട്ടാണ് കേട്ടോ അനുഭവിക്കുന്നത്. കിളികൾ നമ്മളെ കടിച്ചു പിടിക്കണൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കയ്യിൽ വന്നിട്ട് ഫുഡ് എടുക്കണമൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു കിളീൻ്റെ അടുത്ത് പോയി. ഇതും പേടിയാണെന്നുണ്ടെങ്കിലും സംഭവം ഒരു എക്സ്പീരിയൻസ് ഉള്ള വെച്ചിട്ട് പോയിരുന്നു കേട്ടോ. എൻ്റെ മേത്ത് വെച്ച് പിന്നെ ഇതാ നമ്മുടെ എന്തേലും ഇഗ്വാന, ഇതും വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ശേഷം പാമ്പുണ്ടായിരുന്നു, അതിനെ ഞാൻ തൊടാൻ പോയില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അക്വേറിയത്തിലൊക്കെ കുറച്ചേരം കഴിയിട്ട് അതിനൊക്കെ ഫുഡ് കൊടുത്ത് നടന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പാർക്കിലേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ചെന്നിരുന്നു. അപ്പോൾ ഒന്നേ ഉള്ളായിരുന്നു. ഇപ്പം 2-3 സംഭവം 2-3 പാർക്ക് അതേ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാമ്പിനൊക്കെ തീറ്റ കൊടുക്കുന്നത് ഇവിടെ തന്നെയുള്ള ഈ റാറ്റുകളൊക്കെയാണ് അത്ര. പിന്നെ അതെന്താ അതിൻ്റെ പേര് അറിഞ്ഞൂടെ. അതായത് പറക്കണൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ ആൾ കൈ കാണിക്കുമ്പോൾ അയാളെ കയ്യിലേക്ക് പറന്ന് ചാടുന്നുണ്ടായിരുന്നു. ഇതിനിപ്പോൾ നല്ല ഇഷ്ടമായിട്ട് ഇവിടെ ഒരു ക്യൂട്ട്നെസ് പ്രേമിയാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പോന്നു. പിന്നെ ഈ ഒരു പാർക്കിൻ്റെ മുന്നിലായിട്ട് ഇപ്പോൾ പരസ്യത്തിനൊക്കെ യൂട്യൂബേഴ്സിൻ്റെ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. നമ്മളൊരു വ്ളോഗറാണോ, എന്ത് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ അതിന് പിന്നെ നേരെ ഈ ഒരു ഹോഴ്സ് റൈഡും ഉണ്ട്, ഒട്ടകത്തിനും ഉണ്ട്. ഓരോ ദിവസം ഓരോന്നാണത്ര. അങ്ങനെ മക്കളെ ഒട്ടകത്തിൻ്റെ പുറത്തും കയറ്റിയ ശേഷം ഞങ്ങൾ അതിൽ പോയി ഉള്ളിലേക്ക് കയറി 1 by 1 ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടല്ല വരുന്നത്. നമുക്ക് അടുത്ത് എക്സ്പെക്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് ചായയും കുടിച്ച് തിരിച്ചു പോന്നു. അപ്പോൾ ഇവിടെ സോൾ പൊട്ടറ്റോ ഉണ്ട്, പിന്നെ മറ്റേ എന്താണ് എഗ്ഗ് എന്തേലും പേര് എന്തോ ഒരു സംഭവം പേര് മറന്ന്. ഏതായാലും ഈ ഒരു സാധനത്തിന് 2 മുട്ട ഇട്ടിട്ട് ഇങ്ങനെ എഗ് കുൽഫി. അപ്പോൾ അതിന് 100 രൂപയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് വല്ലാത്തൊരു നഷ്ടമായിപ്പോയി. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഷൂട്ടിങ്ങിലും ഒന്ന് കയറി. അപ്പോൾ ഒന്ന് ഞാനും വെടിവെച്ച്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തരാനായിട്ട് പറ്റി. കുഴപ്പമില്ലാതെ എൻജോയ് ചെയ്യാനുള്ള വലിയൊരു ചാർജുമില്ല, അഫോർഡബിൾ ആയിട്ടുള്ള ചാർജുമില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് അതുവഴി പോകുമ്പോൾ ഒന്ന് കയറി വെക്കാവുന്നതാണ്. ഇപ്പോൾ അവിടെ 2-3 പാർക്കുള്ളതുകൊണ്ട് ആ വഴിക്ക് പോയാൽ എന്തായാലും അതിലാവും. അപ്പോൾ ഞങ്ങളിവിടെ ചെന്നത് ഞങ്ങൾക്ക് അവിടെ ഹാൻഡ് വർക്കിന് കൊടുത്തതുണ്ടായിരുന്നു. അപ്പോൾ അതാവുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.